ഈ വർഷം ഫെബ്രുവരി 29 പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യു സീരീസ് ആണ് ദ ഇന്ദ്രാണി മുഖർജി സ്റ്റോറി ബറീഡ് ട്രൂത്ത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദപരമായ മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയ ഷീന ബോറ കൊലക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. കേസ് ഇപ്പോഴും കോടതിയിലാണ്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങിയ കുറ്റാരോപിതയായ ഇന്ദ്രാണി മുഖർജി ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഡോക്യുമെന്ററിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആളുകൾ മറന്നുപോയ ഷീന എന്ന 20-കാരി പെൺകുട്ടി ആരാണെന്നും ഷീനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു ഈ എപ്പിസോഡിലൂടെ. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അസമിലെ ഗുവാഹട്ടിയിൽ 1972 ഉപേന്ദ്രകുമാർ ബോറയ്ക്കും ദുർഗാറാണി ബോറയ്ക്കും ഒരു മകൾ പിറക്കുന്നു. കുട്ടിക്കാലം അവിടെ ചിലവഴിക്കുന്ന അവൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഷില്ലോങ്ങിലെ ലേഡിക്കിൻ കോളേജിൽ ചേരുന്നു. 1986 സിദ്ധാർത്ഥ ദാസ് എന്നൊരു ചെറുപ്പക്കാരനെ അവൾ കണ്ടുമുട്ടുന്നു. ഇരുവരും പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. 1987 അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. 88 ഒരു ആൺകുഞ്ഞും. പിന്നീട് അവർ വഴക്കിട്ട് പിരിയുന്നു. കുഞ്ഞുങ്ങളെ ഗുവാഹട്ടിയിലുള്ള അച്ഛനമ്മമാരുടെ ഒപ്പം വിട്ട ശേഷം അവൾ തിരികെ കൊൽക്കത്തയിലെത്തുന്നു. അവിടെ കമ്പ്യൂട്ടർ പഠനം ആരംഭിക്കുന്നു. അന്നാളുകളിൽ അവൾ സഞ്ജീവ് ഖന്ന എന്നു പേരുള്ള ഒരാളെ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും 1993 അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു. 1997 വിധി എന്ന ഒരു മകൾ അവർക്ക് ജനിക്കുന്നു. 2001 അവൾ തന്റെ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം മുംബൈയിലേക്ക് താമസം മാറുന്നു. മുംബൈയിലെ ജീവിതത്തിനിടയിലാണ് 2002 അവൾ പീറ്റർ മുഖർജി എന്ന ആളെ പരിചയപ്പെടുന്നത്. സഞ്ജീവ് ഖന്നയുമായി വിവാഹമോചനം നേടി അവൾ പീറ്റർ മുഖർജിയെ വിവാഹം ചെയ്യുന്നു. 96 കൊൽക്കത്തയിൽ INX സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പേരിട്ട ഒരു റിക്രൂട്ട്മെന്റ് കമ്പനി അവൾ സ്ഥാപിക്കുന്നു. സ്റ്റാർ ഇന്ത്യയുടെ CEO ആയിരുന്ന പീറ്റർ മുഖർജിയെ അവൾ പരിചയപ്പെടുന്നത് അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് വഴിയാണ്. 2006 പീറ്ററും അവളും ചേർന്ന് INX സർവീസസ്, INX എക്സിക്യൂട്ടീവ് സെർച്ച്, INX മീഡിയ, INX ന്യൂസ് എന്നീ കമ്പനികൾ സ്ഥാപിക്കുന്നു. കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്ന സമയം 50% ഓഹരി അവളുടെയും ഭർത്താവ് പീറ്ററിന്റെയും ആയിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന അവളുടെ ജീവിതം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്തും കയ്യെത്തി പിടിക്കാമെന്ന തരത്തിൽ അവളെ എത്തിക്കുന്നു. പണവും പ്രതാപവും അപ്പർ ക്ലാസ് ജീവിതവും പാർട്ടിയും ക്ലബും, അങ്ങനെ ഒരു ജീവിതം അവൾ ശരിക്കും ആസ്വദിക്കുന്നു. 2007-2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യൻ മാധ്യമ വ്യവസായത്തെ ബാധിച്ചപ്പോൾ അത് അവളുടെ കമ്പനിയായ INX-നെയും പിടികൂടുന്നു. കമ്പനി നഷ്ടത്തിലാകുന്നു. അവളും ഭർത്താവ് പീറ്ററും കമ്പനിയിൽ നിന്ന് രാജിവെക്കുന്നു. ഓഹരികൾ വിൽക്കുന്നു. INX-ൽ നിലനിന്നിരുന്ന തർക്കങ്ങളും അതിനൊരു കാരണമായിരുന്നു. 2007-2008 ഇടയിൽ മൗറീഷ്യസ് വഴി 275 കോടി രൂപ വെളുപ്പിച്ചതായി 2014 മെയ് മാസത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അന്വേഷണ വിഭാഗം കണ്ടെത്തുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവൾക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2015 അവളെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വന്തം മകളെ കൊന്ന കുറ്റം ആരോപിക്കപ്പെട്ട്. മുൻ ഭർത്താവിനുണ്ടായ മകൾ വിധിയായിരുന്നില്ല ആ മകൾ. തന്റെ ആദ്യ പ്രണയത്തിലുണ്ടായ മകൾ, താൻ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് വന്ന മകൾ, തന്നെ തേടി വന്നവൾ, സഹോദരിയാണെന്ന് പറഞ്ഞ് പിന്നീട് തന്റെ ജീവിതത്തിലെ എല്ലാവരെയും പരിചയപ്പെടുത്തി ഒപ്പം താമസിപ്പിച്ചിരുന്ന മകൾ, സ്വയം കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി ജീവിതം ആരംഭിച്ച 20-കാരി. ആ മകളെ കൊന്നുവെന്ന കുറ്റാരോപണത്തിൽ അവളെ മുംബൈയിലെ ബൈക്കുള ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുന്നു. CBI ഏറ്റെടുത്ത കേസിലെ ചാർജുകൾ ഇവയായിരുന്നു: IPC 302 മർഡർ, IPC 201 കോസിംഗ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ്, IPC 34 ക്രിമിനൽ കോൺസ്പിറസി, IPC 420 ചീറ്റിംഗ് ആൻഡ് ഫോർജറി, IPC 364 കിഡ്നാപ്പിംഗ്, IPC 120B കോൺസ്പിറസി. INX മീഡിയയിൽ നിന്ന് തട്ടിയെടുത്ത പണം മകളുടെ പേരിൽ ബാങ്കിലിട്ടിരുന്നു അവൾ. അതിനെ ചൊല്ലിയുള്ള തർക്കവും ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനുമായുള്ള പ്രണയവും സ്വന്തമായി ഒരു ഫ്ളാറ്റ് ആവശ്യപ്പെട്ടുള്ള ഭീഷണിയുമാകാം കൊലയ്ക്ക് പിന്നിലുള്ള കാരണങ്ങളെന്ന് CBI പറയുന്നു. നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം, ഇമേജ് തകരുമോ എന്ന ആവലാതി, പണത്തിനോടുള്ള ആർത്തി, ഒടുക്കമെടുത്ത തീരുമാനം അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതും. അവളുടെ പേര് പരി ബോറ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയില്ല. ഇനി പറയുന്ന പേര് നിങ്ങൾ അറിയാതിരിക്കില്ല. ഇന്ദ്രാണി മുഖർജി, മകൾ ഷീന ബോറ. 2012 ഏപ്രിൽ 24 മുംബൈ നഗരത്തിൽ വെച്ച് ഷീന ബോറ എന്ന 25-കാരിയെ സ്വന്തം അമ്മയായ ഇന്ദ്രാണി മുഖർജി ദാരുണമായി കൊലപ്പെടുത്തിയത് ഏറെ വിവാദമായ, ചർച്ച ചെയ്യപ്പെട്ട, മാധ്യമ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു. മീഡിയ എക്സിക്യൂട്ടീവ് ആയിരുന്ന ഇന്ദ്രാണി മുഖർജിയുടെ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നാണ് ആരും അറിയാതെ പോകുമായിരുന്ന ഒരു കൊലപാതകത്തിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം പുറം ലോകം അറിയുന്നത്. ഇന്ദ്രാണി മുഖർജിയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ ഷീന ബോറ
മിഖായേൽ ബോറ എന്നീ കുട്ടികളെ നാട്ടിൽ മാതാപിതാക്കളുടെ അടുത്ത് ഉപേക്ഷിച്ച് പീറ്റർ മുഖർജി എന്ന മീഡിയ എക്സിക്യൂട്ടീവിനെ വിവാഹം ചെയ്ത് പുതിയ ജീവിതം ആരംഭിക്കുന്നു ഇന്ദ്രാണി മുഖർജി. എന്നാൽ ഒരു ദിവസം അമ്മയെ തേടിയെത്തുന്നു ഷീന ബോറ. തന്റെ ജീവിതത്തെ, റെപ്യൂട്ടേഷനെ, ബന്ധങ്ങളെ, ബിസിനസിനെ എല്ലാം തകർക്കാൻ ഷീനയ്ക്കാവുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രാണി മുഖർജി ആദ്യം തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എല്ലാവരുടെ മുന്നിലും ഷീന ബോറ സഹോദരിയാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നാൽ പതിയെ പതിയെ ഷീന ഓരോ ആവശ്യങ്ങൾ ഇന്ദ്രാണിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നു. ഇന്ദ്രാണിയുടെ ഭർത്താവ് പീറ്റർ മുഖർജിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ രാഹുൽ മുഖർജിയുമായി ഷീന ബോറ പ്രണയത്തിലാവുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. രാഹുലുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറാനായി ഇന്ദ്രാണി പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും ഷീന തയ്യാറാകുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഷീന വർക്ക് ചെയ്തിരുന്ന മുംബൈ മെട്രോയുടെ ഹെഡിന് ഒരു രാജിക്കത്ത് വരുന്നു. കാമുകൻ രാഹുലിന് ഒരു ബ്രേക്കപ്പ് മെസ്സേജും. പിന്നീട് ഷീനയെ ആരും കാണുന്നില്ല. ഹയർ സ്റ്റഡീസിനായി ഷീന വിദേശത്തേക്ക് പോയി എന്ന ഇന്ദ്രാണി മുഖർജിയുടെ നുണ എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ രാഹുൽ മുഖർജി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പോലീസിൽ പരാതി നൽകുന്നു രാഹുൽ. പോലീസ് ഒരു ആരംഭ അന്വേഷണം നടത്തുന്നുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് സംശയമോ മറ്റു കണ്ടെത്തലുകൾ ഇല്ലാത്തതിനെ തുടർന്ന് കേസ് അവസാനിപ്പിക്കുന്നു. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം 2015 ഇന്ദ്രാണിയുടെ തന്നെ ഡ്രൈവറിന്റെ വെളിപ്പെടുത്തലിൽ ഷീന ബോറയെ ഇന്ദ്രാണി മുഖർജിയും മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നും ഷീന ബോറ ഇന്ദ്രാണിയുടെ മകളാണെന്നുമുള്ള സത്യം പുറത്തുവരുന്നു. ഷീനയെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്നും ആളൊഴിഞ്ഞ കാട്ടിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നുമുള്ള സത്യം ലോകം അറിയുന്നു. എന്നാൽ കത്തിക്കരിഞ്ഞ കണ്ടെടുത്ത ശരീരം ഷീന ബോറയുടേതല്ലെന്നും മരണപ്പെട്ടു എന്ന് പറയുന്നതിന് ശേഷവും ഷീന ബോറ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു എന്നുമുള്ള തെളിവുകൾ നിരത്തി ഇന്ദ്രാണി കോടതിയിൽ അന്ന് വാദിക്കുന്നു. 6.5 കൊല്ലത്തോളം ജയിൽവാസം അനുഭവിച്ച ഇന്ദ്രാണി മുഖർജി 2022 മെയ്യിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് പുറത്തുവരുന്നു. ഷീന ബോറ ജീവിച്ചിരിപ്പുണ്ട് എന്നും കാശ്മീരിൽ വെച്ച് താൻ അവളെ കണ്ടു എന്നുമുള്ള ചില വാദങ്ങൾ ഇന്ദ്രാണി മുഖർജി വീണ്ടും കോടതിയിൽ പറഞ്ഞിരുന്നു. എല്ലാ തെളിവുകളും അടങ്ങുന്ന റിപ്പോർട്ട് CBI കോടതിക്ക് നൽകിയെങ്കിലും സാക്ഷി വിസ്താരങ്ങൾ പൂർത്തിയാകാത്തതിനാലും ഇടയ്ക്കിടെയുള്ള ഇന്ദ്രാണി മുഖർജിയുടെ വിശ്വസനീയമായ നുണക്കഥകളാലും ട്രയൽ നീളുമ്പോൾ പുസ്തകം പുറത്തിറക്കിയും ഇന്റർവ്യൂകൾ നൽകിയും ഇന്ദ്രാണി മുഖർജി പൊതുസമൂഹത്തിൽ വീണ്ടും സജീവമായി ഇടപെട്ടു വരികയാണ്. എന്താണ് ഷീന ബോറ വധക്കേസ്? മഹാരാഷ്ട്രയിലെ ഉൾനാടൻ ഗ്രാമമായ ഹെഡ്വാനയിലെ കാടിനുള്ളിലേക്ക് മാമ്പഴം തിരഞ്ഞുപോയ പാട്ടീൽ എന്ന ഗ്രാമവാസിയാണ് കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യ ശരീരം കരിയിലെ കൂട്ടകൾക്കിടയിൽ കാണുന്നത്. നാട്ടിലെ പ്രധാന പരോപകാരിയും നാട്ടുകാരെയും പോലീസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയുമായ പാട്ടീൽ ഇതിനു മുമ്പും പലതവണ വനത്തിനുള്ളിൽ ശവശരീരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ അല്പം വ്യത്യാസം തോന്നിയ പാട്ടീൽ പോലീസിനെ വിവരം അറിയിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ പാട്ടീൽ ചില നിഗമനങ്ങളിൽ എത്തിയിരുന്നു. ഇതൊരു സ്ത്രീയാണ്, ഇതൊരു കൊലപാതകമാണ്. പാട്ടീലിന് അങ്ങനെ തോന്നാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. കത്താതെ അവശേഷിച്ച നീളമുള്ള മുടിയും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്ത്രീയാണ്. സ്വയം മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് കത്തിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലും കൂടുതൽ തീ പടരണം, പുല്ല് കരിയണം. മാത്രമല്ല ഒരു വലിയ സ്യൂട്ട് കേസിന്റെ അവശിഷ്ടങ്ങളും അടുത്തു കാണാം. പോലീസ് വരുന്നു. കത്തിക്കരിഞ്ഞ ശരീരത്തിനിടയിൽ നിന്നും കിട്ടിയ എല്ലും കഷ്ണങ്ങൾ അവർ DNA ടെസ്റ്റിന് അയക്കുന്നു. മുംബൈ നഗരത്തിൽ നിന്നും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന റായ്ഗഡ് ജില്ലയിൽ ഏറെയും വനപ്രദേശമാണ്. മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് തള്ളാനും സ്വയമേ വന്ന് മരിക്കാനും ഏറെ സൗകര്യമുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാമവാസികൾക്ക് മൃതദേഹങ്ങൾ വഴിയിൽ കിടക്കുന്നത് കാണുക എന്നത് പുതിയ കാര്യമല്ല. അന്നും അതുപോലെ ശരീരം മറവ് ചെയ്ത് പോലീസും നാട്ടുകാരും അവിടെ നിന്ന് മടങ്ങുന്നു. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം 2015 പാട്ടീലിനെ അന്വേഷിച്ച് CBI എത്തുന്നു. അപ്പോൾ മാത്രമാണ് ഇതൊരു സാധാരണ മൃതദേഹം ആയിരുന്നില്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും മരിച്ച വ്യക്തിയുടെ പേര് ഷീന ബോറ എന്നാണെന്നും പാട്ടീൽ അറിയുന്നത്. അതിന്റെ പേരിൽ പീറ്റർ മുഖർജി, ഇന്ദ്രാണി മുഖർജി എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നും. മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ച ഷീന ബോറ വധക്കേസ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റാർ ഇന്ത്യയുടെ CEO ആയിരുന്ന പീറ്റർ മുഖർജിയുടേത് പ്രണയ വിവാഹമായിരുന്നു ഇന്ദ്രാണിയുമായി. പീറ്റർ മുഖർജിയുടെ 2ാമത്തെ വിവാഹം. ക്ലബ്ബുകളും പാർട്ടിയും ബിസിനസ്സും സമൂഹത്തിലെ ഉന്നതരുമായുള്ള ബന്ധവും അങ്ങനെ ജീവിതം പോകെയാണ് ഷീന ബോറ എന്ന യുവതി ഇന്ദ്രാണി മുഖർജി അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തുന്നത്. തന്റെ സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ ഷീന ബോറ അവർക്കൊപ്പം കഴിഞ്ഞുകൊണ്ട് അവിടെ പഠനം ആരംഭിക്കുന്നു. മുംബൈയിലെ മെട്രോയിൽ HR ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മാനേജറായി പിന്നീട് ജോലി നേടുന്നു.
പീറ്റർ മുഖർജിയുടെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന മകൻ രാഹുൽ മുഖർജിയുമായി ഷീന പ്രണയത്തിലാകുന്നു. പിന്നീട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്റെ ജോലി സ്ഥാപനത്തിലേക്ക് ഒരു രാജിക്കത്തും രാഹുൽ മുഖർജിക്ക് ഒരു ബ്രേക്കപ്പ് മെസ്സേജും അയച്ച് ഷീന അപ്രതീക്ഷയാകുന്നു. എന്നാൽ ഷീനയെ കാണാത്തതിൽ സംശയിച്ച് രാഹുൽ വർലി പോലീസിൽ നൽകുന്ന പരാതിക്ക് അന്ന് കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. ഹയർ സ്റ്റഡീസിന് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഷീന എന്ന ഇന്ദ്രാണിയുടെ കൺവിൻസിംഗ് ആയ സ്റ്റോറി രാഹുൽ മുഖർജി ഒഴികെ എല്ലാവരും വന്ന് വിശ്വസിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഷീന കൊല്ലപ്പെട്ടു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെച്ചതിന് ഇന്ദ്രാണി മുഖർജിയുടെ ഡ്രൈവർ അറസ്റ്റിലാവുകയും അയാളുടെ പക്കൽ നിന്ന് പുതിയ ഒരു വിവരം കൂടി പോലീസിന് അന്ന് ലഭിക്കുകയും ചെയ്യുന്നു. ഷീന ബോറ ഹയർ സ്റ്റഡീസിന് പോയതല്ല. അവളെ ഇന്ദ്രാണി മുഖർജിയും മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും ചേർന്ന് കാറിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നതാണ്. റായ്ഘട്ടിൽ വനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞതാണ്. രാഹുൽ മുഖർജിയുമായുള്ള ഷീനയുടെ ബന്ധവും ചില സാമ്പത്തിക തർക്കങ്ങളും മകളാണെന്ന് തുറന്നു പറയുമെന്നുള്ള ഷീനയുടെ ഭീഷണിയും ഷീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളായി CBI പറയുന്നു. മാത്രമല്ല ഡ്രൈവർ ശ്യാംബറിനെ കൂടുതൽ ചോദ്യം ചെയ്ത പോലീസിന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഷീനയെ വിളിച്ചു വരുത്തിയതാണ്. ആദ്യം അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. രാഹുലാണ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നത്. കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. കഴുത്തു ഞെരിച്ചു കൊന്നു അമ്മ ഇന്ദ്രാണി, ഒപ്പം മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും. ശവം കത്തിക്കാനുള്ള ഇടം നേരത്തെ നോക്കി വെച്ചിരുന്നു. അതിനായി കാർ വാടകയ്ക്കെടുത്തിരുന്നു. ഇനി നിനക്ക് 3 BHK ഫ്ലാറ്റ് വേണമോ എന്ന് അലറിക്കൊണ്ട് ഷീനയുടെ കഴുത്തു ഞെരിച്ച ഇന്ദ്രാണിയെ ഡ്രൈവർ ഓർമ്മിക്കുന്നു. പിന്നീട് റായ്ഘട്ടിലെ കാട്ടിലേക്ക് പോയി ശരീരം കത്തിച്ചു. അതിന് മുന്നിട്ട് നിന്നത് ഇന്ദ്രാണി തന്നെ. നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ദ ഇന്ദ്രാണി മുഖർജി സ്റ്റോറി ബറീഡ് ട്രൂത്ത് വളരെ നിരാശാജനകമായിരുന്നു ഡോക്യുമെന്ററി എന്നാണ് പൊതുവായ വിലയിരുത്തൽ. അതായത് കൂടുതൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുകളോ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ സംഭവത്തിന്റെ മറ്റൊരു വശമോ പുതിയ മാനങ്ങളോ ഒന്നുമില്ലാത്ത, നരേഷനിലോ ഫോമിലോ അവതരണത്തിലോ മേക്കിങ്ങിലോ മറ്റു പുതുമകളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഡോക്യുമെന്ററി വളരെ ഗൗരവത്തോടെ നോക്കിക്കണ്ടവരുടെ അഭിപ്രായത്തിൽ ആരോപിതയുടെ അടുത്തുനിന്ന് തന്നെ സംഭവം കേൾക്കുന്നതിന്റെ പുതുമയോടെ ഡോക്യുമെന്ററി സീരീസ് സത്യം അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ന്യൂസ് റീലുകളുടെ ഒരു സമാഹാരം അല്പം കുറഞ്ഞ ശബ്ദത്തിൽ കാണുന്നത് പോലെയാണ് ഡോക്യുമെന്ററി അനുഭവപ്പെടുക എന്നാണ്. 2012 ഷീനയുടെ കാമുകനായിരുന്ന പീറ്റർ മുഖർജിയുടെ മകൻ രാഹുൽ മുഖർജിയുടെ ഫോൺ കോൾ റെക്കോർഡിംഗുകൾ ഈ ഡോക്യു സീരീസിൽ ഉപയോഗിക്കുന്നുണ്ട്. 4 എപ്പിസോഡുകളിലുടനീളം ഈ കോളുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തകരും ഏതാനും അഭിഭാഷകരും ക്രൈം സംഭവങ്ങൾ വീണ്ടും ക്രമമായി അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെന്നതിലുപരി ഓരോരുത്തരായി വന്ന് ഇങ്ങനെ ഒരുപാട് തവണ കേട്ട, മാധ്യമങ്ങൾ പറഞ്ഞു മടുപ്പിച്ച അതേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞത് ന്യൂസിൽ നിന്ന് വിഭിന്നമായി തോന്നിയില്ല. ഇന്ദ്രാണിയുടെ രണ്ടാമത്തെ മകൾ വിധി മുഖർജിയും ഷീനയുടെ സഹോദരൻ മിഖായേലും തങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നുണ്ട് ഈ ഡോക്യുമെന്ററിയിൽ. ആദ്യ എപ്പിസോഡിന്റെ അവസാനത്തെ നാടകീയമായ ബിൽഡപ്പിനൊടുവിലാണ് ഇന്ദ്രാണി തന്നെ ഈ ഡോക്യു സീരീസിന്റെ ഭാഗമാകുമെന്ന് വെളിപ്പെടുത്തുന്നത്. നിലവിൽ ജാമ്യത്തിലിറങ്ങിയ ഇന്ദ്രാണി കോടതി അനുവദിച്ച സ്വാതന്ത്ര്യം തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 മാധ്യമങ്ങളാൽ താൻ ക്രൂശിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നു. ആദ്യം രാജ്യത്തുടനീളമുള്ള പുസ്തകമേളകളിൽ പ്രചരിപ്പിച്ച അൺബ്രോക്കൺ എന്ന പുസ്തകം, ഇപ്പോൾ ഡോക്യു സീരീസ്. മുൻ മീഡിയ എക്സിക്യൂട്ടീവായ ഇന്ദ്രാണി എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയില്ല. ഡോക്യു സീരീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രാണിക്ക് അവരുടെ വശം കൂടുതൽ പറയാനുള്ള ഇടം നൽകുന്നതിനപ്പുറം കേമമായി തോന്നുന്നില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. 2015 വാർത്താ ചാനലുകൾ ആഘോഷിച്ച ശേഷം ഉപേക്ഷിച്ച വിവരങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ ഡോക്യുമെന്ററിയിൽ പങ്കെടുത്ത ഭൂരിഭാഗ പേരും സമ്മതിക്കുന്ന ഒരു കാര്യം, അന്ന് ഈ വാർത്ത നേടിക്കൊടുത്ത TRP റേറ്റിംഗ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഇന്ദ്രാണിക്ക് പറയാനുള്ളത് പച്ചയായി അവതരിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്നതിനാൽ വീണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുക എന്നതാണ് ഈ ഡോക്യുമെന്ററിയുടെയും ഉദ്ദേശമെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. ഇന്ദ്രാണിയുമായുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് എന്ന നിലയിൽ ഡോക്യുമെന്ററി കൊള്ളാമെന്നും, എന്നാൽ ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗിന്റെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ രീതികളോ ക്രിയാത്മകതയോ ഇതിനില്ല എന്നും ചിലർ വാദിക്കുന്നു. ആളുകൾക്ക് എന്നെക്കുറിച്ച് കാര്യമായൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് വളരെ കൗതുകകരമായ കാര്യം. ഇന്ദ്രാണി ഡോക്യുമെന്ററിയുടെ തുടക്കത്തിൽ പറയുന്ന വാചകം ഇതാണ്: ഡോക്യുമെന്ററി കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അല്ല അവതരിപ്പിക്കുന്നത് എന്നും അഭിപ്രായമുണ്ട്. ഇത്തരത്തിൽ ഷീന ബോറ എന്ന 20-കാരി പെൺകുട്ടിയെ വീണ്ടും ആഘോഷിക്കുകയാണ് മാധ്യമങ്ങളെന്ന് കേസിനെ തുടക്കം മുതലേ നിരീക്ഷിക്കുന്ന ചിലർ അവകാശപ്പെടുന്നു. മറ്റൊരു നിരീക്ഷണം ഡോക്യു സീരീസിന്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ
ഇന്ദ്രാണിയിൽ മാത്രം ഡോക്യുമെന്ററി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ 2015 അരങ്ങേറിയ രംഗങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു മാനവും ഇപ്പോഴും ഈ ഡോക്യുമെന്ററിയിലൂടെ സംഭവിക്കുന്നില്ല എന്നതാണ്. പണവും പ്രശസ്തിയും ഉന്നതതല ബന്ധങ്ങളും ഉപയോഗിച്ച് കേസ് നീട്ടിക്കൊണ്ടുപോയി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ക്രിമിനലുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേസ് കോടതിയിലാണ്, എന്നാവും വിധി എന്നറിയില്ല. എന്നിരുന്നാലും സത്യം ജയിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കാം. ഞങ്ങളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം മാർക്കീസ്.